ഹൃദയഹാരിയായ പ്രണയകഥ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ചേരുന്നു രാജേഷ് മാധവനും ചിത്ര നായരും. ഈ പേര് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, പക്ഷെ സുരേഷ് ഏട്ടനും സുമലതയുമാണ് എന്നോടൊപ്പം ചേരുന്നത്. രണ്ടുപേർക്കും സ്വാഗതം. ഈ ഒരു സിനിമ എന്നാ താൻ കേസുകൂടി കണ്ട ശേഷം പ്രേക്ഷകർ ഏറ്റെടുത്ത രണ്ട് കഥാപാത്രങ്ങളാണ്, രണ്ട് വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ പലരും ചെല്ലുമ്പോൾ യഥാർത്ഥ പേരായിരിക്കില്ല, സുരേഷ് ഏട്ടനല്ലേ സുമലതയല്ലേ എന്നായിരിക്കും ചോദിക്കുക. അത് കേൾക്കുമ്പോഴേ എന്താണ് തോന്നുന്നത്? സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. സുരേഷ് ഏട്ടൻ എന്നുള്ള വിളിയാണ് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. അപ്പോൾ എന്താ, നമ്മളെ കഥാപാത്രങ്ങളുടെ പേരിൽ വിളിക്കുന്ന കേൾക്കുമ്പോൾ സന്തോഷമല്ലേ. പിന്നെ ഈ സിനിമ റിലീസ് ചെയ്യാൻ നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ ആൾക്കാർ അങ്ങനെ വിളിച്ചോട്ടെ എന്നുള്ള. ആദ്യത്തെ കഥാപാത്രം തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു, പ്രേക്ഷകർ ഏറ്റെടുത്തു. സുമലത എന്നുള്ള വിളിയായിരിക്കും ചിത്രയെക്കാട്ടിയും കൂടുതൽ വിളിക്കുക. ആ പാട്ട് വെച്ച് ഓരോരോ ആൾക്കാരെല്ലാം പോയാൽ 1000 കണ്ണുമൈന്നുള്ള സോങ് എൻ്റെ പാടും, വെറുതെ ഇരുന്ന് പാടും. അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. സുമലത ടീച്ചർ എന്നതിനെക്കാട്ടും ആ കെയറിങ് സുരേഷിന്റെ സുമലതയല്ലേ എന്നാ ചോദിക്കല്. ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഒരു വീഡിയോ ഇറങ്ങിയത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു വീഡിയോ ആണ് ആദ്യം ഇറങ്ങിയത്. ശരിക്കും പ്രേക്ഷകർ ഞെട്ടി ഇത് കണ്ട്. അയ്യോ, ഇത് ഇവര് സിനിമ കഴിഞ്ഞിട്ട് ഇവര് കല്യാണം കഴിച്ചു എന്ന്. എന്തായിരുന്നു വീട്ടുകാരുടെ ഒരു റിയാക്ഷൻ? വീട്ടുകാരൊക്കെ ഞെട്ടിപ്പോയി. എൻ്റെ വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അച്ഛനൊന്ന് ജസ്റ്റ് കുറച്ച് സമയത്തേക്കൊന്ന് ഞെട്ടി. എന്നിട്ട് അത് ശരിയായി. പിന്നെ എന്താണ് വീട്ടില് ഇത് കുഞ്ഞൊക്കെ മോനുണ്ട്, മോൻ കണ്ടിട്ട് എന്താ? അല്ല, മോന് ഇത് അറിയായിരുന്നു. അതിന്റെ ഡാൻസിന്റെ പ്രാക്ടീസിനൊക്കെ ഒരാഴ്ച മുമ്പേ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ രാജേഷ് ചേട്ടന്റെയും എന്റെയും കോമൺ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവര് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ആ കള്ളനെ ഇന്നലെയും കൂടി കണ്ടു, ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ എന്നെ രാജേഷ് ചേട്ടനെ ചീത്ത പറയേണ്ടത് എന്നെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അപ്പം ഞാൻ ചോദിച്ചു രാജേഷിനോട്, രാജേഷേട്ട ഇത് പറയട്ടെ, ഇത് തൽക്കാലം അങ്ങനെ രീതിയിൽ. അതേപോലെ ഒരു സംവിധായകന്റെ ഒരു സിനിമ, ആ സിനിമയിലെ 2 ക്യാരക്ടർ, പിന്നെ അവരെ വെച്ചുകൊണ്ട് മറ്റൊരു സിനിമ. എങ്ങനെയാണ് രതീഷ് ഈ ഒരു സിനിമ, ഈ ഒരു കഥയുമായി ചേട്ടനെ സമീപിച്ചപ്പോൾ എന്തായിരുന്നു ആദ്യം തോന്നിയത്? നമ്മൾ ഒരുമിച്ചിരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇങ്ങനെ ഒരു സ്പിൻ ഓഫിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ രതീഷേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഫണ്ണാണ്, ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ പിന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ പറയായിരുന്നു. പിന്നെ അത് ഇത്ര വലിയൊരു സിനിമയാവുന്നൊന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇത് വലിയൊരു സിനിമയായി. ഞങ്ങൾ പ്രതീക്ഷേനേക്കാളും കുഞ്ഞു സിനിമ എന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷെ അത് വലിയൊരു സിനിമ, വലിയ ഒരുപാട് ആൾക്കാരുള്ള, ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള വലിയൊരു സിനിമയായിട്ട് മാറി ഇത്. നായിക കഥാപാത്രമായി എത്തുന്ന ആദ്യ സിനിമയാണ്. അത് ടെൻഷൻ കൂടുതലല്ലേ? ഇതിനു മുൻപ് എന്നാ താൻ കേസുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ക്യാരക്ടർ മെയിനായിട്ട് വരുമ്പോൾ അത് എത്രത്തോളം ടെൻഷൻ ഉണ്ടാക്കുന്നതാണ്? ഇത് അറിഞ്ഞപ്പോൾ കിട്ടുണ്ണിയേട്ടൻ്റെ അവസ്ഥയായിരുന്നു എനിക്ക്. അത് പിന്നെ ഈ സിനിമയിൽ ത്രൂഔട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു ഉത്തരവാദിത്വം പോലെ തന്നെ ഉണ്ടായത്. കാരണം സുമലത ടീച്ചർ ആ ചെറിയ പോർഷൻ ചെയ്തു പോയ സമയത്ത് ആൾക്കാർ ഇഷ്ടപ്പെട്ട് ഏറ്റെടുത്തു. അപ്പം അതിനെക്കാട്ടിലും റിസ്ക് ആയിരിക്കും അത് ചെയ്ത് ഫലിപ്പിക്കണമല്ലോ. ആൾക്കാരിൽ അതിൽ കുറയാൻ പാടില്ലല്ലോ, അതേപോലെയെങ്കിലും കൊണ്ടുപോകണമല്ലോ എന്നുള്ള ഒരു ടെൻഷൻ നല്ലോണം ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. റിലീസായി ആൾക്കാർ കണ്ട് തീർക്കണം, എന്നാലേ മനസ്സിന്ന് ആ ടെൻഷൻ പോവുള്ളൂ. അതോടൊപ്പം ഇങ്ങനെ 2 ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു, 2 കാലഘട്ടം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? 3 കാലഘട്ടം അല്ലേ? 3 ഇങ്ങനെ പോസ്റ്റർ പറഞ്ഞ കാലഘട്ടം, പിന്നെയും കാലഘട്ടങ്ങളുണ്ട്. 3 കാലഘട്ടത്തിലെ നിങ്ങളുടെ പ്രണയം, ഇത് പ്രണയം മാത്രമാണോ അതോ രതീഷിന്റെ സിനിമകൾ എപ്പോഴും ഒരു സറ്റയർ ഉണ്ടാകും, ഈ സാമൂഹിക പ്രസക്തിയുള്ളൊരു വിഷയമായിരിക്കും? ഈ പ്രണയവും അങ്ങനെ തന്നെയാണോ? ഇതൊരു പ്രണയ കഥയാണ്, ഹൃദയഹാരിയായ പ്രണയകഥയാണ് ഈ സിനിമ. പക്ഷേ രതീഷേട്ടൻ സിനിമ പറയുമ്പോൾ അതിൻ്റെ പ്രിമൈസസിൽ കുറച്ച് സോഷ്യൽ സറ്റയറും കൂടി ഉൾപ്പെടുത്താറുണ്ട്. അങ്ങനെ ഉള്ള പിന്നെ രതീഷേട്ടൻ്റെ രചനാ കൗശലങ്ങൾ ഇതിലും ഉണ്ടാവും. ഈ ഒരു പേര് സെലക്ട് ചെയ്ത ആരായിരുന്നു? വലിയ പേരാ, രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ. അതെ അതെ, അത്രയും നീണ്ട പേര് പോലെ തന്നെ സിനിമയുടെ പേര് പോലെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ എവിടെയായിരുന്നു? പയ്യന്നൂര് തന്നെ, രതീഷ് ചേട്ടന്റെ സ്വന്തം നാട്ടിൽ തന്നെ. അവിടെയും പിന്നെ നീലേശ്വരം അല്ലേ, നീലേശ്വരം, രാമന്തളി,
അങ്ങനെ കുറച്ച് സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ചിത്രയുടെ ഒരു സിനിമയിലേക്കുള്ള ഒരു വരവ്? എനിക്കൊന്ന് ഓഡിഷൻ കൂടിയാണ് സിനിമയിലേക്ക് വന്നത്. ആദ്യമായി എത്തിയ കഥാപാത്രം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു, പിന്നീടുള്ള ചിത്രങ്ങൾ ലഭിക്കുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു ജേണിയെ കുറിച്ചൊന്ന് പറയാമോ? എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഞാൻ വന്നത്. അപ്പോൾ ഓഡീഷൻ ത്രൂ തന്നെയാണ് വന്നത്. ഞാൻ ഫസ്റ്റ് ഓഡീഷൻ ഈ സിനിമയിൽ നത്താൻ കേസ് കൊണ്ട് ഓഡീഷൻ ചെയ്തത് എൻ്റെ സുരേഷ് ചേട്ടനായിരുന്നു. അന്നേ തുടങ്ങിയ കെയറിങ് അല്ലേ? അന്ന് തുടങ്ങിയതായിരുന്നു. തലേന്നൊന്നും ഒഴിഞ്ഞു പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഓഡീഷൻ ത്രൂ തന്നെയാണ് വന്നത്. ഇപ്പോൾ കുറേ ഈ പറഞ്ഞ് നമുക്ക് മടുത്തു. പക്ഷെ മടുക്കല്ല, ഇത് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു മലയോര പ്രദേശത്താണ് ഞാൻ എൻ്റെ സ്ഥലം കുന്നുങ്കൈ എന്ന് പറഞ്ഞ നീലേശ്വരം. അപ്പം സിനിമ കാണാൻ ഒരു ഷൂട്ടിംഗ് പോലും കാണാൻ പറ്റുമോ എന്നും അറിയുന്നുണ്ടായില്ല. അങ്ങനെ നാട്ടിൽ ഓഡീഷനൊക്കെ വന്ന സമയത്ത് ഓഡീഷൻ കുറേ അറ്റൻഡ് ചെയ്തു, കുറേ എന്താ പറയണ്ടേ ജെനുവിൻ അല്ലാത്ത ഓഡീഷനെല്ലാം പോയി, പിന്നെ കയ്യിൽ നിന്ന് കുറേ ക്യാഷ് എല്ലാം പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ളൊരു നല്ല പരിപാടിയിലേക്ക് സെലക്ട് ആയത്. അപ്പോൾ അതിൻ്റെ ഭാഗ്യം. എങ്ങനെയായിരുന്നു രാജേഷ് ഏട്ടനെ ചിത്രയിൽ കണ്ടപ്പോൾ ഈ സിനിമയുടെ ഈ ഒരു കഥാപാത്രത്തിന് സുമലതയ്ക്ക് ആപ്റ്റ് ആണെന്ന് തോന്നിയ ഘടകം എന്തായിരിക്കും? ഞങ്ങൾ ഓഡിഷന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് നിൽക്കുന്ന സമയത്താണ്, ഓഡിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചിത്രനെ കാണുന്നത് ആദ്യം. അപ്പോൾ ഒരു പിന്നെ അംഗനവാടി ടീച്ചറുടെ ക്യാരക്ടറിലേക്കുള്ള ഓഡിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചിത്രയുടെ സംസാര ശൈലിയും പിന്നെ പാട്ട് പാടിയിരുന്ന ചിത്ര, അതൊക്കെയാണ് ശ്രദ്ധിക്കാൻ കാരണം. പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതിലേക്ക്. ആദ്യം നമ്മൾ ഒരു 3-4 ഓപ്ഷൻസ് വെച്ചിട്ടായിരുന്നു ഇതിലേക്ക് പോയത്. പക്ഷേ 2ാം റൗണ്ട് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ചിത്ര ആണ് അത് എന്ന് തീരുമാനിച്ചു. ഈ സംസാര ശൈലിയുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്തത്. പിന്നെ അത് ചിത്ര നന്നായിട്ട് പ്ലേ ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രീ ഷൂട്ടിൽ നന്നായിട്ട് അഭിനയിച്ചു. അവൾ അതിനേക്കാളും നന്നായിട്ട് സിനിമയിൽ ചെയ്തു. അങ്ങനെ സിനിമയിൽ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമ തന്നെ ഉണ്ടാവാൻ കാരണം. അതെ. ചേട്ടൻ്റെ എങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്കുള്ള, നാടകത്തിൽ നിന്നും സിനിമയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? നാടകത്തിൽ നിന്നും നാടകം ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നാടകം പിന്നെ എഴുത്ത്, അങ്ങനെ ക്യാമ്പുകൾ അങ്ങനെയൊക്കെ ആയിട്ട് മാറിയിരുന്നു. അധികം അതിലേക്ക് ഫുൾ ടൈമായിട്ട് അങ്ങനെ നിൽക്കാനൊന്നും പറ്റിയിരുന്നില്ല. പിന്നെ PG ചെയ്തു, ജോലികളൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാ ജോലിയും എന്നാൽ കഴിയുന്ന കുറച്ച് ജോലികളൊക്കെ ചെയ്തു നോക്കി. ഒന്നും സെറ്റാവുന്നില്ല. നമ്മളെ ഇവിടുന്നൊക്കെ ഓടി രക്ഷപ്പെടുന്നതാണ് നല്ലത് എന്നൊക്കെ തോന്നി തുടങ്ങി. അങ്ങനെ ഒരു സമയം മുതൽ പിന്നെ പണ്ട് മുതലേ ആഗ്രഹം ഉണ്ടായിരുന്ന പോലെ സിനിമയ്ക്ക് വേണ്ടി ശ്രമം തുടങ്ങി. കൊച്ചി വന്ന് താമസിച്ച് മറ്റേ സ്ഥിരം കഷ്ടപ്പാടും പരിവട്ടം അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ശ്യാമേട്ടനെ നമുക്ക് പരിചയം ഉണ്ടായിരുന്നു, ശ്യാം പുഷ്കരൻ. അങ്ങനെ ദിലീഷ് പോത്തനെയൊക്കെ പരിചയം, ആ വഴിക്ക് ദിലീഷ് പോത്തനെയും എല്ലാവരെയും പരിചയപ്പെട്ടു. ആക്ച്വലി ഉണ്ണിമായാണ് എൻ്റെ സുഹൃത്ത്. അപ്പോൾ ഉണ്ണിമായയുടെ ഹസ്ബൻഡായിരുന്നുകൊണ്ട് ശ്യാമേട്ടനെ പരിചയപ്പെട്ടു. പിന്നെ പോത്തനെ അങ്ങനെ പരിചയപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്നൊരു വെറുതെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ചർച്ചയിൽ ഇവനെ അഭിനയിപ്പിക്കാമല്ലോ എന്ന് അവർ പറഞ്ഞു. അങ്ങനെ മഹേഷിൻ്റെ പ്രതികാരത്തിൽ ഞാൻ അഭിനയിക്കാൻ പോയി. അതുവരെ ശ്രമമൊക്കെ നടത്തിക്കൊണ്ടായിരുന്നത് എഴുതിയിട്ടും മറ്റേ കഥ പറയാൻ പോയിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു പരിപാടി വന്നത്, അഭിനയിക്കാനൊരു ചാൻസ്. അത് കുഴപ്പമില്ലാതെ പോയി. പിന്നെ പോത്തണ്ണൻ്റെ 2ാമത്തെ സിനിമയിലേക്കാകുമ്പോൾ എന്നെ പിന്നെ വർക്ക് ചെയ്യാൻ വിളിച്ചു. അതിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ അങ്ങനെ ഒന്ന് തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് എന്തെങ്കിലുമൊക്കെ വഴികൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തുറക്കും. അങ്ങനെ പോയി. ഈ ആദ്യം ചെയ്ത കഥാപാത്രം അത് എനിക്ക് തോന്നുന്നു ചെറിയൊരു റോൾ എന്ന രീതിയിലായിരിക്കും തന്നത്. പക്ഷേ ഇത്രയും പ്രേക്ഷകർ ആ ഒരു ക്യാരക്ടറിനെ ഏറ്റെടുത്തപ്പോൾ, അത് കഴിഞ്ഞ് ആ സിനിമ ഇറങ്ങിയപ്പോൾ ആളുകളുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? എന്തായിരുന്നു ആ സമയത്തുള്ളൊരു ഫീലിംഗ്? ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ ചിരിച്ചു തുടങ്ങും. അപ്പം നമ്മൾ എങ്ങനെയാണ് മുഖം പിടിക്കേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും. ആൾക്കാർ കണ്ട ഉടനെ ചിരിക്കുകയായിരുന്നു ആദ്യമൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു. ജനഗണമന എന്ന് പറഞ്ഞിട്ട് ചിരിക്കും. അത് കുറച്ചു നേരമൊക്കെ നമ്മളും ചിരിച്ചു നിൽക്കും. പിന്നെ ഇവർ ചിരി നിർത്താതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് ഞാൻ ഓഡീഷന് പോയപ്പോൾ ഞാനും അത് കണ്ടാ ചിരിച്ചത്. ഫസ്റ്റ് ഓഡീഷന് പോയ സമയത്ത് രാജേഷ് ചേട്ടനാന്ന് ഓഡീഷൻ ചെയ്യുന്നതിൽ യാതൊരു പ്രതീക്ഷയിലും അല്ല കയറി ഭയങ്കര പേടിയോടെ പോയത്. കുറേ ആൾക്കാരെല്ലാം പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പം പേടിച്ചുള്ളിൽ കയറുമ്പോഴത്തേക്ക് രാജേഷ് ചേട്ടനെ കണ്ട് ഞാൻ അപ്പോൾ ആ സീനാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ ചിരി എന്നെ കടിച്ചു പിടിച്ച് നിന്ന്
ഞാൻ ഭയങ്കര സീരിയസ് ആണ്. ഓഡീഷൻ സെലക്ട് ആയിട്ടില്ലെങ്കിലും ഈ ക്യാരക്ടറിനെ നേരിട്ട് കാണാൻ പറ്റിയ സന്തോഷത്തിലാണ് ഞാനൊന്ന് ഇറങ്ങി പോയത്. ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കാണാൻ പറ്റിയത്. എങ്ങനെയാണ് പിന്നെ രാജേഷ് ഏട്ടനുമായിട്ട് ഒന്നിച്ച് അഭിനയിച്ചപ്പോൾ പിന്നെ എങ്ങനെയായിരുന്നു രാജേഷ് ഏട്ടനുമായിട്ടുള്ളത്? ആ ഓഡീഷനിൽ തന്നെ രാജേഷ് ഏട്ടൻ നമ്മളെ ഒരു പേടിയില്ലാത്ത തരത്തിൽ നമ്മളെ കംഫർട്ടായിട്ടിരുന്ന് ചെയ്യിക്കാനുള്ള രീതിയിലാണ് നമ്മളോട് എന്താ പറയാ പെരുമാറുന്ന. അങ്ങനെയല്ല അതേന്ന് തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അല്ല അങ്ങനെ. പിന്നെ അത് പിന്നെ ഞാൻ അറിഞ്ഞ രാജേഷ് ഏട്ടൻ കാസർഗോഡുകാരനാണെന്ന് എല്ലാവരും. പിന്നെ പേടി പോയിന്നല്ല. പിന്നെ ഷൂട്ടിന് ഫസ്റ്റ് വന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കെയറിങ് ആയിരുന്നു. കെയറിങ് ആണ് മെയിൻ. ഞാനതിൽ കാസ്റ്റിംഗ് ഡയറക്ടറും കൂടിയാണല്ലോ. അപ്പോൾ എൻ്റെ ആക്ടേഴ്സൊക്കെ എങ്ങനെ പിന്നെ പെർഫോം ചെയ്യുന്നു അവരുടെ കംഫർട്ടും കൂടി നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ ചിത്രക്കാണെന്നുണ്ടെങ്കിൽ മറ്റേ ഈ പിന്നെ ഇപ്പോൾ പാക്കപ്പ് പറയും എന്ന് തോന്നിക്കുന്ന പോലത്തെ ടെൻഷനാണ് സീനിലേക്ക് കയറുന്നതിന് മുമ്പ്. ഇപ്പം നിർത്തി പോകാൻ സിനിമ നടക്കൂല എന്നുള്ള രീതിയിലാണ് സിനിമക്ക് അഭിനയിക്കുന്നതിന് തൊട്ട് മുമ്പ്. ഇതിന്റെ ലാസ്റ്റ് ദിവസം പോലും അതെ, ലാസ്റ്റ് സീനിന്റെ സമയത്ത് പോലും അതെ, ഭയങ്കര എന്താ അറിയില്ല, ഭയങ്കര പേടിയാന്ന് എൻ്റെ മെയിൻ. ടെൻഷനാണ് എൻ്റെ മെയിൻ. ഇതില് ഈ കോസ്റ്റ്യൂം ഭയങ്കര രസകരമാണ്. അത് ആ കാലഘട്ടം കാണിക്കുമ്പോൾ എല്ലാം അതേ ആ പഴയ കാലഘട്ടം നമ്മൾ ഈ പോസ്റ്ററിലൊക്കെ കാണാൻ പറ്റുന്ന പോലെ രണ്ടും രണ്ട് കാലഘട്ടത്തിലെ ഡ്രസ്സ് കോസ്റ്റ്യൂം ഒക്കെ ആരായിരുന്നു ഡിസൈൻ? കോസ്റ്റ്യൂം പിന്നെ സുജിത്ത്, പിന്നെ ഇതിൻ്റെ ഒരു പോർഷൻ ലിജി പ്രേമൻ ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താ കോസ്റ്റ്യൂംസ് ഇങ്ങനെ തന്നെ വേണമെന്നുള്ളത്. ഞങ്ങൾ സുരേഷനും സുമലതയും കുറച്ച് ഫാഷൻ്റെ ആൾക്കാരാണ്. അത് അന്നത്തെ കേസുകളിൽ അങ്ങനെ പുരോഗമന ചിന്താഗതി, ഫാഷൻ ഇതൊക്കെ ഞങ്ങളുടെ കൂടെ ഉള്ളതാണ്. അപ്പോൾ ഇതിൽ പിന്നെ എന്തായാലും സുരേഷനും സുമലതയും അന്നേ കുറച്ച് രസമായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ എന്തായാലും നമ്മൾ തന്നെയാണല്ലോ ഇതിൽ മെയിൻ ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കോസ്റ്റ്യൂമുകൾ പലതും ഇങ്ങനെ ട്രൈ ചെയ്ത് ചർച്ച ചെയ്ത് ഓരോരോ ഐറ്റങ്ങൾ ഓരോരോ ഡ്രസ്സിനും ഉണ്ട്. അത് കുറച്ചെണ്ണയൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ, ഇനിയുണ്ട് അങ്ങനത്തെ. സിനിമ വരുമ്പോൾ പ്രേക്ഷകർ അത് തിയേറ്ററിൽ പോയി തന്നെ കാണട്ടെ. അതോടൊപ്പം തന്നെ രാജേഷ് ഏട്ടൻ്റെ ഈ പ്രണയം കഴിഞ്ഞിട്ട് അടുത്തത് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു സിനിമ, അത് ഡയറക്ഷനിൽ വരുന്ന ഒരു സിനിമ, അതിനെപ്പറ്റി വെളിപ്പെടുത്താറായോ? വെളിപ്പെടുത്താറൊക്കെ ആയി. പെണ്ണും പൊറാട്ട് എന്നാണ് പേര്. കൊല്ലങ്കോട് പാലക്കാട് പരിസരത്തെ ഒരുപാട് പുതുമുഖങ്ങളാണ്, 100ഓളം ആൾക്കാരാണ്. പിന്നെ ഒരുപാട് മൃഗങ്ങളും വളർത്തുമൃഗങ്ങളും ആണ് അതിൽ അഭിനയിക്കുന്നത്. ഒരു നാടൻ പശ്ചാത്തലത്തിലുള്ള സിനിമയാണ്. ഹ്യൂമറാണ്. ചെറിയൊരു ഫൺ കഥയും ഒരു പട്ടിയുടെ സർവൈവലിൻ്റെ കഥയും ഒക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. ഈ അഭിനയിക്കുന്ന പോലെയല്ല ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ടെൻഷൻ തരുന്ന സംഭവമാണല്ലോ. തീർച്ചയായിട്ടും ഡയറക്ഷൻ തീരെ എളുപ്പമല്ല, പക്ഷെ എന്ത് ചെയ്യാൻ, ചെയ്തല്ലേ പറ്റൂ. അപ്പൊ എന്തായാലും ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. എന്താണ് അവരോട് പറയാനുള്ളത്? എന്തായാലും എല്ലാവർക്കും പിന്നെ ഇഷ്ടപ്പെടുന്നത് പോലത്തെ ഒരു സിനിമയായിരിക്കും ഇത്. സുരേഷിനെയും സുമലതേനെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കുറച്ച് നേരം കൂടി കണ്ടിരിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഒരു ഫൺ ജേണിയാണ്. പിന്നെ ചാക്കോച്ചനുണ്ട്, പ്രിയപ്പെട്ട ചാക്കോച്ചൻ പിന്നെ സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ സുധീഷ് ചേട്ടൻ്റെയൊക്കെ നല്ല ഗംഭീര പെർഫോമൻസ് കാണാൻ ഞങ്ങളും അത് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഒരുപാട് പുതിയ ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും. എന്നാൽ തങ്കേസോടിൽ സുരേഷൻ സുമലതനെ ഇഷ്ടപ്പെട്ട പോലെ ഇഷ്ടപ്പെടാൻ പാകത്തിനുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ സിനിമയിൽ വേറെ ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് പറയില്ല. അതുപോലെ പിന്നെ ഇതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി ഫൺ എൻ്റർടൈനർ ആയിരിക്കും എന്തായാലും തീർച്ചയായിട്ടും സിനിമ. ഒരിക്കലും രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ എന്ന് പറയുന്ന ആ ഒരു സംവിധായകനിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെല്ലാം ഇതിൽ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടും എന്തായാലും. അപ്പോൾ അതെല്ലാവരും തിയേറ്ററിൽ പോയി അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല ആർട്ടിനും നല്ല രീതിയിൽ പ്രാധാന്യമുള്ള ഒരു മൂവി തന്നെയാണ് ഇത്. അപ്പം രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും. വീണ്ടും സുരേഷ് ഏട്ടനെയും സുമലതയും പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ. ഒരുപാട് നന്ദി. താങ്ക് യു.